നമസ്കാരം. നോ എഡിറ്റിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് 2 ദിവസം മുമ്പ് രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടു. എല്ലാ സർവേകളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു 350 മുതൽ 400 സീറ്റ് വരെ നേടി BJP അധികാരത്തിൽ എത്തുമെന്ന്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഓഹരി വിപണി റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് അതുപോലെ ഇടിയുകയും ചെയ്തു. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് വിപണിയിൽ മറിഞ്ഞത് 8 ലക്ഷം കോടി രൂപയാണ്. എക്സിറ്റ് പോൾ വന്നതിന് ശേഷമുള്ള ദിവസം മാർക്കറ്റ് തുറക്കുമ്പോൾ സെൻസെക്സ് കയറിയത് 2500 പോയിന്റാണ്. എന്നാൽ തൊട്ടടുത്ത ദിവസം, അതായത് ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം 3500 പോയിന്റ് സെൻസെക്സ് ഇടിയുകയും ചെയ്തു. വൻ ഓഹരി കുംഭകോണമാണ് നടന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും JPC അന്വേഷണം, സംയുക്ത പാർലമെന്ററി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മോദിയുടെയും അമിത്ഷായുടെയും ചില പ്രസ്താവനകൾ കൂടി പരിശോധിക്കുമ്പോഴാണ് ഓഹരി വിപണിയിലെ ഈ തിരിമറിക്ക് പിന്നിലെ ചിത്രം വ്യക്തമാവുകയുള്ളൂ. മെയ് 13-ന് NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ ജൂൺ 4-ന് മുൻപായി ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ അമിത്ഷാ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. കൃത്യം ഒരാഴ്ച തികയും മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ മെയ് 19-ാം തീയതി നരേന്ദ്രമോദിയും ഓഹരി വിപണിയെക്കുറിച്ച് പ്രവചനം നടത്തുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം ഓഹരി വിപണി ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം കൈവരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. പക്ഷേ സംഭവിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൻ നഷ്ടത്തിലേക്ക് വിപണി കൂപ്പുകുത്തി. ചെറുകിട നിക്ഷേപകർക്കും മറ്റുമായി ഓഹരി വിപണിയിൽ 30 ലക്ഷം കോടിയുടെ നഷ്ടമാണുണ്ടായത്. എന്തിനാണ് പ്രധാനമന്ത്രി ഓഹരി വിപണിക്ക് വേണ്ടി, സ്റ്റോക്കുകൾക്ക് വേണ്ടി ഇത്തരമൊരു പരസ്യം നൽകിയത്? അമിത്ഷാ പൊതുജനങ്ങളോട് എന്തിനാണ് ഓഹരി വാങ്ങാൻ ആവശ്യപ്പെട്ടത്? എക്സിറ്റ് പോളുകൾ വലിയൊരു സാമ്പത്തിക കൊള്ളയുടെ ആയുധമായിരുന്നു എന്ന സംശയം ബലപ്പെടുകയാണ്. പ്രതിസ്ഥാനത്ത് വരുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരി ആണ് എന്നതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്.